ഒരു ബൈപാർട്ടൈറ്റ് ഗ്രാഫിലെ മാച്ചിങ്ങിലെ എല്ലാ വേർട്ടെക്സും സാച്ചുറേറ്റ് ആണെങ്കിൽ അതിലെ ഒരു സബ്സെറ്റ് എക്സിലെ ഒരു സബ്സെറ്റ് നമ്മൾ എസ് എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ മോഡ് എൻ ഓഫ് എസിൻ്റെ വാല്യൂ മോഡ് എസിനേക്കാളും കൂടുതലാണെന്ന് നമുക്ക് കാണിക്കേണ്ടത്. അല്ലെ ബൈപാർട്ടൈറ്റ് ഗ്രാഫ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതിൽ ഓരോ എഡ്ജ് എടുക്കുകയാണെങ്കിൽ ഒരു എഡ്ജ് എക്സ് ആക്സിസിലും മറ്റൊരു എഡ്ജിലെ എൻഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും വൈ ആക്സിസിലും ആയിരിക്കും. അങ്ങനെയുള്ള ഗ്രാഫിലെ ബൈപാർട്ടൈറ്റ് ഗ്രാഫ് എന്ന് പറയാം. ഇതിലെ മാച്ചിങ്ങിലെ എല്ലാ വേർട്ടെക്സും സാച്ചുറേറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ എല്ലാ വേർട്ടെക്സും സാച്ചുറേറ്റ് എന്ന് പറയുമ്പോൾ എന്താ അതിലുള്ള എല്ലാ വേർട്ടെക്സും ഒരു മാച്ചിങ്ങിൽ ഉണ്ടാവും എന്നുള്ളതല്ലേ. ഇപ്പോൾ നമ്മളൊരു ഗ്രാഫ് എടുക്കുന്നു, അതിലെ എലമെൻറ്റ്സ് മാച്ചിങ്ങിൽ ഉണ്ടെങ്കിൽ ആ വേർട്ടെക്സുകൾ നമ്മൾ സാച്ചുറേറ്റ് ആണെന്ന് പറയും. ഇനി അതിലില്ലാത്ത വേർട്ടെക്സുകൾ നമ്മൾ എന്ത് പറയും? അൺസാച്ചുറേറ്റ് ആണെന്ന് പറയും. ഇനി ഇവർ തന്നിട്ടുള്ളത് നമ്മുടെ ഈ എക്സാസിലെ ഒരു സബ്സെറ്റ് എസ് നമ്മൾ എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ മോഡ് എൻ ഓഫ് എസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡ് എസ് ആയിരിക്കും. എൻ ഓഫ് എസ് എന്ന് പറയുമ്പോൾ ഈ മോഡ് എസിലെ വേർട്ടെക്സിൻ്റെ നൈബർഹുഡ് ഇവരൊക്കെ അതിന് നൈബർഹുഡാണ്. ഇനിയിപ്പോൾ എങ്ങനെ വരക്കുകയാണെങ്കിൽ ഇവരും ഇതിൻ്റെ നൈബർഹുഡ്, അതൊക്കെ എൻ ഓഫ് എസിലുള്ള ആൾക്കാരാണ്. അപ്പോൾ എൻ ഓഫ് എസിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡ് എസ് ആണ് നമുക്ക് കാണിക്കേണ്ടത്. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്താ? എല്ലാ വേർട്ടെക്സും സാച്ചുറേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷനാണ് മോഡ് എൻ ഓഫ് എസ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു മോഡ് എസ്. ഇനി നോക്കിയേ, ഇതിൽ തന്നെ നോക്കിയേ, എല്ലാ വേർട്ടെക്സും സാച്ചുറേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ എല്ലാ വേർട്ടെക്സുകളും മാച്ചിങ്ങിൽ വേണം. അപ്പോൾ ഓരോന്നിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള എഡ്ജുകൾ വേണ്ടേ, എന്നല്ലേ മാച്ചിങ് ഉണ്ടാവുള്ളൂ. ഇപ്പം ഇനി അസ്യൂം ചെയ്യേ നമ്മുടെ എസ്സിലുള്ള ആൾക്കാർ ഇതാണ്, ഇവരെല്ലാം കൂടെ ഒരൊറ്റ എഡ്ജിലേക്ക് ഇങ്ങനെ മാപ്പ് ചെയ്യുന്നത് വിചാരിക്കുക, വൈയിലുള്ള. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിന് മാച്ചിങ് കൊടുത്താൽ ഇവർക്ക് രണ്ടുപേർക്കും മാച്ചിങ് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അഡ്ജസൻ്റ് ആയിട്ടുള്ള എഡ്ജസുകൾ മാച്ചിങ്ങിലേക്ക് വരില്ല. അപ്പോൾ ഈ രണ്ട് വേർട്ടെക്സുകൾ സാച്ചുറേറ്റ് ആവില്ല. നമ്മളെടുത്ത് എന്താ സാച്ചുറേറ്റ് ആണെന്ന് എടുത്തിട്ടുള്ളത്. നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്കാട്ടോ പ്രൂവ് ചെയ്യുന്നത്. സാച്ചുറേറ്റ് ആണെന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൽ ഓരോന്നിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള എഡ്ജസുകൾ വരണം. ഓക്കെ, ഇനി വേണമെങ്കിൽ ഇങ്ങനെയും വരാം, വേറെ പുറത്തേക്കുള്ള ഒരു എഡ്ജും കൂടി എക്സ്ട്രാ വന്നിട്ട് ഇങ്ങനെയും വരാം, അപ്പോഴും കുഴപ്പമില്ല. അപ്പോൾ ഈ എൻ ഓഫ് എസിൻ്റെ വാല്യൂ കൂടുക എന്നല്ലാതെ ഈ നമ്മുടെ എസ്സിനേക്കാളും ഒരിക്കലും കുറയില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മോഡ് എൻ ഓഫ് എസ് എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡ് എസ് ആണെന്ന് പറയാൻ പറ്റും. ഇനി നമുക്ക് തിരിച്ച് പ്രൂവ് ചെയ്യണം. മോഡ് എൻ ഓഫ് എസ് ഗ്രേറ്റർ ദാൻ മോഡ് എസ് ആണെങ്കിൽ അതിലുള്ള എല്ലാ വേർട്ടെക്സും സാച്ചുറേറ്റ് ചെയ്യുന്നത്. നമ്മൾ അസ്യൂം ചെയ്യുകയാണ് എല്ലാ വേർട്ടെക്സും സാച്ചുറേറ്റ് ചെയ്യില്ല. അതിന് നമ്മളിതാ ഈ ഒരു ഗ്രാഫ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അത് നമ്മൾ അസ്യൂം ചെയ്യുകയാണ് എന്ത്? മോഡ് എസിനേക്കാളും വലുതാണ് എൻ ഓഫ് എസിലുള്ള എലമെൻറ്റ്സ്. ഇതിൽ എൻ ഓഫ് എസ് ഒന്നും നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടില്ല കേട്ടോ, ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ എക്സ് എന്ന് പറയുന്ന സെറ്റ്, ഇതാണ് നമ്മുടെ വൈ എന്ന് പറയുന്ന സെറ്റ്. നോക്കിയേ, എല്ലാ എഡ്ജസും ഒരു എൻഡ് പോയിൻ്റ് എക്സിലും ഒരു എൻഡ് പോയിൻ്റ് വൈയിലും അല്ലേ. എന്നിട്ട് നമ്മൾ അസ്യൂം ചെയ്യുന്നത് എന്താ? എല്ലാ വേർട്ടെക്സും സാച്ചുറേറ്റ് അല്ല. എല്ലാ വേർട്ടെക്സും സാച്ചുറേറ്റ് അല്ലെങ്കിൽ അവിടെ ഒരു വേർട്ടെക്സ് എങ്കിലും മാച്ചിങ്ങിലില്ലാത്തത് ഉണ്ടാവും. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതിലെ മാക്സിമം മാച്ചിങ് എം സ്റ്റാർ ആയിട്ട് നമ്മൾ എടുക്കാം. മാച്ചിങ് എം സ്റ്റാർ അല്ലതാ ഇതുണ്ട്, ഈ ഡാർക്ക് ലൈനിൽ വരച്ചിട്ടുള്ളതാണ് മാക്സിമം മാച്ചിങ്. ഇവിടെ ഇതൊക്കെയാണ് മാക്സിമം മാച്ചിങ്. ഇതിൽ അൺസാച്ചുറേറ്റ് ചെയ്ത് കിടക്കുന്ന വേർട്ടെക്സ് ഏതൊക്കെ? ഇവിടെ യു എന്ന് പറയുന്നൊരു വേർട്ടെക്സ് അൺസാച്ചുറേറ്റ് ചെയ്താണ്, എന്ന് വെച്ചാൽ ഒറ്റ മാച്ചിങ്ങിലും ഇത് കാണുന്നില്ല. പിന്നെ ഈ രണ്ട് വേർട്ടെക്സുകളും ഒരു മാച്ചിങ്ങിലും ഇല്ലാത്തതുകൊണ്ട് ഇത് രണ്ടും അൺസാച്ചുറേറ്റഡ് വേർട്ടെക്സ് ആണ്. നമ്മുടെ എം സ്റ്റാർ ആണ് ഇതിലെ മാക്സിമം മാച്ചിങ്. നമ്മൾ പറഞ്ഞ പ്രകാരം ഒരു വേർട്ടെക്സ് എങ്കിലും ഇതിൽ അൺസാച്ചുറേറ്റ് ചെയ്ത് കിടക്കുന്നുണ്ടാവില്ലേ. അപ്പം ഞാൻ ഈ എക്സ് ആക്സിസിലെ അങ്ങനെ അൺസാച്ചുറേറ്റ് ചെയ്ത് കിടക്കുന്ന ഈ യുവിനെ എടുത്തു. ഈ യുവിനോട് ഓൾട്ടർനേറ്റീവ് പാത്തിൽ വരുന്ന വേർട്ടെക്സുകളെ മുഴുവൻ ഞാൻ സെഡ് എന്ന് വിളിക്കാം. എന്ന് വെച്ചാൽ ഇപ്പോൾ യുവിനോട് ഇങ്ങനെ ആൾട്ടർനേറ്റീവ് പാത്ത് പറയുമ്പോൾ ഒരു എഡ്ജ് മാച്ചിങ്ങിലില്ലെങ്കിൽ അടുത്ത എഡ്ജ് എം സ്റ്റാറിൽ വേണം. നമ്മുടെ മാച്ചിങ് എം സ്റ്റാറിൽ വേണം. ഉണ്ടോ? ഇത് എം സ്റ്റാറിലില്ല, ഇത് എം സ്റ്റാറിലുണ്ട്. അപ്പോൾ ഇതിൽ ഉൾപ്പെട്ട വേർട്ടെക്സുകൾ ഏതൊക്കെയാണ്? ഈ വേർട്ടെക്സിലും കൂടെ പോയി ഈ വേർട്ടെക്സിലെത്തി. അപ്പോൾ ഇത് രണ്ടും നമ്മുടെ സെറ്റിലുണ്ട്. ഇനി അടുത്ത് നോക്കിയേ, ഇത് എം സ്റ്റാറിലില്ല, എം സ്റ്റാറിലുണ്ട്, എം സ്റ്റാറിലില്ല, എം സ്റ്റാറിലുണ്ട്, ഈ എഡ്ജ് എം സ്റ്റാറിലില്ല, ഈ എഡ്ജ് എം സ്റ്റാറിലുണ്ട്, ഇത് എം സ്റ്റാറിലില്ല, എം സ്റ്റാറിലുണ്ട്, എം സ്റ്റാറിലില്ല, എം സ്റ്റാറിലുണ്ട്. ഇപ്പോൾ ഏതൊക്കെ വേർട്ടെക്സ് ഉൾപ്പെട്ടു? ഇവരും പെട്ടു, ഇവരും പെട്ടു. ഇവരൊക്കെ എന്താ? ഇനി സെഡ് എന്ന് പറയുന്ന സെറ്റിലുള്ള എലമെൻറ്റ്സ് ആയിട്ട് ഞാൻ എടുക്കുകയാണ്. ഇനി നമ്മൾ എം സ്റ്റാറിൽ നമ്മളിങ്ങനെ ഓൾട്ടർനേറ്റീവ് പാത്ത് എടുത്തപ്പോൾ നമ്മുടെ സെഡിലുള്ള ഈ വേർട്ടെക്സ് കിട്ടിയല്ലോ. ഈ വേർട്ടെക്സുകളിൽ
നോക്കി യു മാത്രമേ അൺസാച്ചുറേറ്റ് ചെയ്ത് കിടക്കുള്ളൂ. ബാക്കി ആരെങ്കിലും ഉണ്ടെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഇവിടെ ഒരു വേർട്ടെക്സ് ഉണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെ ഒരു വേർട്ടെക്സ് ഇവിടെ ഉണ്ടെങ്കിൽ അത് ഇവരെ ആരെയിട്ടെങ്കിലും ആയിരിക്കുമല്ലേ കണക്ട് ചെയ്യുക. ഇപ്പോൾ ഇതുകൊണ്ട് കണക്ട് ചെയ്തതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അത് നമ്മുടെ സെഡിൽ വരുമോ? നമ്മുടെ സെഡിൽ വരില്ല. കാരണം എന്താ, നമ്മൾ എം സ്റ്റാർ മാക്സിമം മാച്ചിങ് ആയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഇതിനെ ഒരു മാച്ചിങ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ യു സാച്ചുറേറ്റ് ആണെന്ന് കിട്ടും. അപ്പോൾ അതൊരു കോൺട്രഡിക്ഷൻ ആവില്ല. അപ്പോൾ നമുക്ക് ഇവരെ അല്ലാത്ത യു അല്ലാത്ത വേറൊരു അൺസാച്ചുറേറ്റഡ് വേർട്ടെക്സ് നമുക്കിതിൽ കാണാൻ പറ്റില്ല. നമ്മളിനി വേറെ ഏതിലും എടുക്കുകയാണെങ്കിലും നമുക്ക് ആ കോൺട്രഡിക്ഷൻ കാണാൻ പറ്റും കേട്ടോ. ഇപ്പം നമുക്ക് ഇവരെയും ഈ ടേമിനെയും ഈ ടേമിലെ അല്ലേ സെഡിലുണ്ടെന്ന് കിട്ടി. ഞാൻ എക്സിലെ സെഡിലുള്ള ടേംസ് ഉണ്ടാവില്ലേ, എക്സ് എന്ന് പറയുമ്പോൾ ഈ സെറ്റ് ഈ വേർട്ടെക്സുകൾ മുഴുവൻ ഇതിലെ സെഡിലുള്ള ടേംസിനെയാണ് ഞാൻ എസ് എന്ന് വിളിക്കുന്നത്. അതേപോലെ വൈ എന്ന് പറയുന്ന ഈ സെറ്റിലെ നമ്മുടെ സെഡിലുള്ള ആൾക്കാരെ ഞാൻ ടി എന്ന് വിളിക്കുകയാണ്. ഇനി മോഡ് ടിയിലുള്ള ആൾക്കാരെ നോക്കിയേ. മോഡ് ടിയിലുള്ള ആൾക്കാരെന്ന് പറയുന്നത് മോഡ് എസ്സിൽ നിന്ന് ഒന്ന് കുറവായിരിക്കില്ലേ. നമ്മൾ എന്താ എടുത്തത്, നമ്മൾ ഈ എസ്സിനോട് ഇങ്ങനെ ഓൾട്ടർനേറ്റീവായിട്ട് നമ്മൾ സെഡ് എടുത്തിട്ടുള്ളത് ഇങ്ങനെ ഓൾട്ടർനേറ്റീവായിട്ടല്ലേ. അപ്പോൾ ഓരോ എക്സിനും ഇതിലുള്ള ഓരോ വേർട്ടെക്സിനും കറസ്പോണ്ടിങ് ആയിട്ട് ഈ വൈ ആക്സിലും ഒരു വേർട്ടെക്സ് അല്ലേ ഉണ്ടാവുള്ളൂ, എന്നാൽ ഇങ്ങനെ വരുള്ളൂ. അപ്പോൾ നമ്മുടെ മോഡ് ടിയിലുള്ള എലമെൻറ്റ്സ് ആണ് ഇതിനോട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓരോ വേർട്ടെക്സുകളുണ്ടാവും. പിന്നെ ഈ യു എന്ന് പറയുന്ന ഒരു എക്സ്ട്രാ വേർട്ടെക്സ് എവിടെ ഉണ്ടാവും, നമ്മുടെ എസ്സിലുണ്ടാവും. അപ്പോൾ മോഡ് ടി എന്ന് പറയുന്നത് മോഡ് എസ് പ്ലസ് 1 ആയിരിക്കും. ഇതിൽ നോക്കിയാൽ മോഡ് ടി എത്രയാണ്, 1 2 3 4. ഇനി മോഡ് എസ്സോ 1 2 3 4 5 ആൾക്കാർ. അപ്പോൾ മോഡ് ടി ഈക്വൽ ടു മോഡ് എസ് പ്ലസ് 1 ആണ്. ഇനി എൻ ഓഫ് എസ് എന്ന് പറയുന്നത് ടീൻ്റെ സബ്സെറ്റ് ആയിരിക്കും. എൻ ഓഫ് എസ് എന്ന് പറയുന്നത് സബ്സെറ്റ് ഓഫ് ടി ആയിരിക്കും. ടി എന്ന് പറഞ്ഞാൽ എൻ ഓഫ് എസിൻ്റെ സബ്സെറ്റ് ആയിരിക്കും. ഇപ്പം നോക്കിയേ, ഇങ്ങനൊരു വേർട്ടെക്സും കൂടെ ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിലും ഇത് നമ്മുടെ സെഡിൽ ഉൾപ്പെടും അല്ലേ. അങ്ങനെ വരുമ്പോൾ ഓൾട്ടർനേറ്റീവ് പാത്ത് ആകുമ്പോൾ ഇവിടെ സെഡിൽ ഉൾപ്പെടും. അപ്പോൾ ഇങ്ങനെയാണ് വരിക. എൻ ഓഫ് എസ് എന്ന് പറഞ്ഞാൽ സബ്സെറ്റ് ഓഫ് ടി ആവാം. പക്ഷേ ഇവിടെ എൻ ഓഫ് എസ് എന്ന് പറയുന്നത് ഈക്വൽ ടു ടി ആണ്. കാരണം എന്താ, നമ്മുടെ ഈ ഒരു വേർട്ടെക്സ് നമ്മളിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇത് അൺസാച്ചുറേറ്റ് ആയില്ലേ. നമ്മൾ എടുത്തിട്ടുള്ള എന്താ, ഇവിടെയുള്ള എല്ലാ വേർട്ടെക്സുകളും സാച്ചുറേറ്റ് ആണ്, യു മാത്രമേ അൺസാച്ചുറേറ്റ് ഉള്ളൂ എന്ന് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എൻ ഓഫ് എസിൻ്റെ വാല്യൂ ഈക്വൽ ടു ടി ആയേ പറ്റൂ. അങ്ങനെ നമ്മൾ സാച്ചുറേറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് നമ്മൾ എടുക്കുന്നില്ലെങ്കിൽ എൻ ഓഫ് എസ് ടി എന്ന് പറയുന്ന എൻ ഓഫ് എസിൻ്റെ സബ്സെറ്റ് ആയതിനെ. ഇവിടെ എല്ലാ വേർട്ടെക്സും യു അല്ലാത്ത എല്ലാ വേർട്ടെക്സും ഇവിടെ സാച്ചുറേറ്റ് ആയതുകൊണ്ട് എൻ ഓഫ് എസ് ഈക്വൽ ടു ടി ആണ്. ഇനി നമ്മൾ സെഡ് എടുത്ത പ്രകാരം എൻ ഓഫ് എസിലെ എല്ലാ എലമെൻറ്റും നമ്മുടെ യു ആയിട്ടൊരു ബന്ധമുണ്ട് അല്ലേ. ഇപ്പോൾ ഈ വേർട്ടെക്സിനാണെങ്കിൽ അതെങ്ങനെയാണ് വന്നിരുന്നത്, ഇങ്ങനെ വന്നു അല്ലേ. അപ്പോൾ ഈ വേർട്ടെക്സിന് അങ്ങനെ ഒരു ബന്ധമുണ്ട്. ഈ വേർട്ടെക്സിന് എന്താ യു ആയിട്ട് ഡയറക്റ്റ് കണക്ഷൻ ഉണ്ട്. ഈ വേർട്ടെക്സിന് ഇങ്ങനെ ഒരു കണക്ഷൻ ഉണ്ട്. ഇനി ഈ വേർട്ടെക്സിനാണെങ്കിൽ ഇങ്ങനെ യു ആയിട്ട് ഇവിടെ വന്നു അങ്ങനെ ഈ വേർട്ടെക്സ് ആയിട്ട് കണക്ഷൻ ഉണ്ട്. അങ്ങനെ എൻ ഓഫ് എസിലെ എല്ലാ എലമെൻസിനും യു ആയിട്ടൊരു കണക്ഷനുണ്ട്. നമ്മൾ ഈ എം സ്റ്റാർ ഓൾട്ടർനേറ്റീവ് പാത്ത് എടുത്ത രീതിയിൽ നിന്ന് അല്ലേ. ഇതിൽ നിന്ന് നമുക്ക് എന്ത് പറയാൻ പറ്റുമെന്ന് അറിയോ. ഇപ്പോൾ എൻ ഓഫ് എസ് ഈക്വൽ ടു ടി എന്നും കിട്ടിയിട്ടുണ്ട്. നമുക്ക് മോഡ് ടി എന്ന് പറയുന്നത് മോഡ് എസ് പ്ലസ് 1 ആണെന്നും കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എൻ ഓഫ് എസിന് എന്ത് പറയാൻ പറ്റും, മോഡ് ടിക്ക് പകരം മോഡ് എസ് പ്ലസ് 1 എന്നും മോഡ് എസ് -1 എന്ന് പറഞ്ഞൂടെ. ഇവിടെ +1 എന്നല്ലേ പറഞ്ഞത്, -1 ആണ്. മോഡ് ടിയിലുള്ളത് മോഡ് എസിനേക്കാളും ഒരാൾ കുറവായിരിക്കും. അപ്പോൾ എൻ ഓഫ് എസ് ഈക്വൽ ടു മോഡ് എസ് -1 എന്ന് പറയാൻ പറ്റും. മോഡ് എസ് -1 എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ മോഡ് എസ് ആയിരിക്കും അല്ലേ. അപ്പോൾ എൻ ഓഫ് എസ് ലെസ് ദാൻ മോഡ് എസ് എന്ന് കിട്ടി. പക്ഷേ ഇവിടെ എൻ ഓഫ് എസ് എന്താ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡ് എസ് ആണ്.